ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3 ഡിസൈൻസാണ് കേട്ടോ ചെയ്യണത്. ആദ്യത്തെ ഡിസൈന് വേണ്ടി ഈ 3 കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ 2 ഫിംഗറിൽ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ടൂൾസും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഈ ഒരു ഫിംഗറിൽ ഇത് ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ എല്ല് പോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഫിംഗറിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുവാണ്. ഇത് ചെയ്യുമ്പോൾ സൈഡിലോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. നമുക്ക് റിമൂവർ വെച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. ഇതിന് ശേഷം ബ്ലാക്ക് നെയിൽ പോളിഷിൽ ടൂത്ത് പിക്കിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ആക്കി എടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫിംഗറിലും അതുപോലെ തന്നെ ഫ്ലവർ ആക്കി എടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി ഞാൻ യെല്ലോ കളറിലൊരു നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. ടൂത്ത് പിക്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ഡോട്ട്സ് നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിയറും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസൈൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോകാം. രണ്ടാമത്തെ ഡിസൈനായിട്ട് ഈ ഒരു 6 കളറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിലും സ്മോൾ ഫിംഗറിലും ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. നമ്മൾ ആദ്യം എടുത്ത ഷെയ്ഡിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണിത് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇതുപോലെ 4 ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മാസ്റ്റിക് വെച്ചിട്ടാണ് ഇതുപോലത്തെ ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാമേ. അപ്പോൾ ഏകദേശം 2 ബട്ടർഫ്ലൈയുടെ 2 ചിറക് പോലെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫിംഗറിലും ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ബ്ലാക്ക് നെയിൽ പോളിഷാണ് നെക്സ്റ്റ് എടുത്തിരിക്കുന്നത്. ടൂത്ത് പിക്കിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ പോലെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണ്. ഇനി ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ചെറിയ 2 ഡോട്ടും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടി ചെയ്തെടുക്കാം. അതിന് യെല്ലോ കളറാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ടൂത്ത് പിക്കിൽ ഇതുപോലെ എടുത്തിട്ട് 4 ഡോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലവർ ആക്കി എടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ. രണ്ടാമത്തെ ഫിംഗറിലും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇനി ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ആദ്യം ചെയ്തതുപോലെ തന്നെ 4 ഡോട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ഷേപ്പ് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഫിംഗറിൽ ഞാൻ ആ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബ്ലൂ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ ഗ്രീൻ പോലൊക്കെയാണ് കാണുന്നതെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് ഞാൻ 2 ഫിംഗറിലും ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഡിസൈനൊക്കെ തന്നെ. നിങ്ങൾക്ക് വേറെ ഈ കളർ നെയിൽ പോളിഷ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഷെയ്ഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ബ്ലാക്ക് നെയിൽ പോളിഷ് വെച്ച് നമ്മുടെ പൂവിൻ്റെ നടുക്കായിട്ട് ഓരോ ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്ലിയറും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഡിസൈൻ ഫിനിഷ് ചെയ്യാം. ക്ലിയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡിസൈനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ഡിസൈനിന് വേണ്ടി ഈ ഒരു ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് ഫിംഗറിലും മിഡിൽ ഫിംഗറിലും ഞാൻ അത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓരോ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന ഒരു കളറാണ്. അപ്പോൾ പിന്നെ ഒരു കോട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. റിംഗ് ഫിംഗറിലും സ്മോൾ ഫിംഗറിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേ ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു ബ്രഷിൽ ഇതുപോലെ നെയിൽ പോളിഷിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ 3 ലൈൻസ് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു ഫിംഗറിൽ 3 ഫ്ലവറാണ്, ഹാഫ് ഷേപ്പിലുള്ള 3 ഫ്ലവറാണ് ചെയ്തെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫിംഗറിലും ഇതേ മെത്തേഡിൽ തന്നെ ഫ്ലവർ ചെയ്തെടുക്കുകയാണ്. വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ബ്രഷ് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഐലൈനറിൻ്റെ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ബ്ലാക്ക് നെയിൽ പോളിഷ് വെച്ചിട്ട് ഇതുപോലെ ഓരോ ഡോട്ടും കൂടി നമുക്ക് കൊടുക്കാം. വലിയ ഡ്രോയിങ് ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ഡിസൈനാണ്. ഇനി നമുക്ക് ക്ലിയർ കൂടി അടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ചെയ്യുന്ന ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബായ്.